ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു 1988-ൽ ദൂരദർശനിലൂടെ സംപ്രേക്ഷണം ചെയ്ത ബി.ആർ. ചോപ്രയുടെ മഹാഭാരതം. അതിനു മുമ്പ് ഭാഗിക അവതരണങ്ങളുണ്ടായിരുന്നെങ്കിലും കഥയെ ആദ്യമായി സമഗ്രമായി അവതരിപ്പിച്ച പരമ്പരയായിരുന്നു ഇത്. ജനപ്രീതിയിലും റേറ്റിംഗിലും കുതിച്ചുകയറിയ ഈ പരമ്പര അന്ന് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2013-ൽ ആധുനിക അവതരണം കൊണ്ടും മികവുറ്റ VFX കൊണ്ടും അതുവരെയുണ്ടായിരുന്ന ഇന്ത്യൻ സിനിമകളെ പോലും വെല്ലുന്ന തരത്തിൽ മറ്റൊരു പരമ്പര സംപ്രേക്ഷണം ആരംഭിച്ചു. സ്റ്റാർ പ്ലസിന്റെ മഹാഭാരതം. സിദ്ധാർത്ഥ് കുമാർ തിവാരിയുടെ സംവിധാനത്തിൽ 100 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ടെലിവിഷൻ പരമ്പരയായിരുന്നു സ്റ്റാർ പ്ലസിലൂടെ സംപ്രേഷണം ചെയ്ത മഹാഭാരതം. 2013-ൽ ഇത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ പരമ്പരയായിരുന്നു. ഒരു സാധാരണ സീരിയൽ എന്നതിനേക്കാളുപരി പ്രേക്ഷകർക്ക് ഒരു സിനിമാറ്റിക് അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു അതിന്റെ മേക്കിംഗ് ശൈലി. ആദ്യ ടെലികാസ്റ്റിൽ തന്നെ ഉയർന്ന റേറ്റിംഗ് നേടിയ ഈ പരമ്പര ഇന്ത്യൻ ടെലിവിഷനിലെ ഏറ്റവും ജനപ്രിയമായ എപ്പിക് സീരിയലായി മാറി. മലയാളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ പ്രധാന ഭാഷകളിലും, ഇന്തോനേഷ്യ, തായ്ലാൻഡ് തുടങ്ങി നിരവധി രാജ്യങ്ങളിലും പിന്നീട് മൊഴിമാറ്റി സംപ്രേഷണം ചെയ്തു. റീടെലികാസ്റ്റുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും ഉയർന്ന റേറ്റിംഗ് ആണ് മഹാഭാരതം ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷവും സ്റ്റാർ പ്ലസ് മഹാഭാരതത്തിന് ഇത്രയും ജനപ്രീതി ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട്. സ്റ്റാർ പ്ലസ് മഹാഭാരതത്തെ മികച്ചതാക്കുന്ന പ്രധാന ഘടകമാണ് അതിന്റെ സംവിധാന മികവ്. ഒരു വലിയ സിനിമയെപ്പോലെ ഈ പരമ്പരയ്ക്ക് ഒന്നിലധികം സംവിധായകരുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ, അമർപ്രീത് ജി, മുകേഷ് കുമാർ സിംഗ്, കമൽ മോഗ, ലോക്നാഥ് പാണ്ഡെ എന്നിവരായിരുന്നു ഇതിന്റെ മറ്റു പ്രധാന സംവിധായകർ. കൂടാതെ വൻ സാങ്കേതിക സംഘം, CGI, ഭീമൻ സെറ്റുകൾ, ചരിത്ര പഠനം എല്ലാം ആവശ്യമായിരുന്നു. അന്നുവരെയുള്ള മറ്റ് ഇന്ത്യൻ പരമ്പരകളിൽ നിന്ന് മഹാഭാരതത്തെ വേറിട്ട് നിർത്തിയത് അതിലെ അതിശയിപ്പിക്കുന്ന വിഷ്വൽ ഇഫക്റ്റുകളും CGI സാങ്കേതിക വിദ്യയുമായിരുന്നു. പരമ്പരയുടെ ആകെ ബഡ്ജറ്റായ 100 കോടിയിൽ വലിയൊരു ഭാഗവും ചിലവാക്കിയത് ഗ്രാഫിക്സിന് വേണ്ടിയായിരുന്നു. പുരാണകഥയിലെ അത്ഭുതകരമായ ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ യാഥാർത്ഥ്യമെന്നോണം അവതരിപ്പിക്കാൻ ഇത് സഹായിച്ചു. വൺ ലൈഫ് സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ VFX പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഹസ്തിനപുരി, ഇന്ദ്രപ്രസ്ഥം, മധുര, ദ്വാരക തുടങ്ങിയ അതിശയകരമായ നഗരങ്ങൾ, കുരുക്ഷേത്ര യുദ്ധം, ക്രൗഡ് സിമുലേഷൻ, യുദ്ധരംഗങ്ങളിൽ ഉപയോഗിക്കുന്ന അസ്ത്രങ്ങൾ, മറ്റു ഉപകരണങ്ങൾ, വിശ്വരൂപരംഗം തുടങ്ങിയവയെല്ലാം അന്നത്തെ അത്യാധുനിക VFX ഉപയോഗിച്ച് മികവുറ്റതാക്കാൻ അണിയറ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വെറുമൊരു സീരിയൽ എന്ന നിലയിൽ നിന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റിയത് CGI തന്നെയാണ്. ഇതിലെ ഗ്രാഫിക്സ് മികവിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പരമ്പരയുടെ വൻ വിജയത്തിന് പിന്നിലെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നായിരുന്നു അതിന്റെ കാസ്റ്റിംഗ്. ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് ഏറ്റവും അനുയോജ്യമായ അഭിനേതാക്കളായിരുന്നു. തങ്ങളുടെ കഥാപാത്രങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് വെറും അഭിനയത്തിനപ്പുറം ആ കഥാപാത്രമായി ജീവിക്കുന്ന പ്രകടനമാണ് ഓരോരുത്തരും കാഴ്ചവെച്ചത്. സമസ്ത സൈന്യത്തെയും പിളർന്നുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്ന ഏതുതരം വ്യൂഹമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കഥാപാത്രത്തെയും അതിന്റെ ആത്മാവോടെ അവതരിപ്പിച്ചതിനാലാണ് ഈ പരമ്പര ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ അത്രയും ശക്തമായി നിലനിൽക്കുന്നത്. സാഹിൽ അൻസാരിയാണ് ഇതിന്റെ പ്രധാന കാസ്റ്റിംഗ് നിർവഹിച്ചത്. ഓരോ കഥാപാത്രത്തിനും ഏറ്റവും അനുയോജ്യമായ മുഖങ്ങൾ കണ്ടെത്താൻ അദ്ദേഹവും സംഘവും വലിയ പരിശ്രമം തന്നെ നടത്തി. ഒരു വിഷ്വൽ ആർട്ട് രൂപം പ്രേക്ഷകരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതിൽ അതിലെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും നിർണായകമായ പങ്കുവഹിക്കുന്നു.
മഹാഭാരതം പരമ്പരയുടെ വിജയത്തിന്റെ ഏറ്റവും ശക്തമായ ഘടകമാണ് അതിന്റെ പശ്ചാത്തല സംഗീതങ്ങളും ഗാനങ്ങളും. ഓരോ കഥാസന്ദർഭങ്ങളുടെയും സ്വഭാവം പ്രേക്ഷക മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഇത് വലിയ പങ്ക് വഹിച്ചു. ഓരോ പ്രധാന കഥാപാത്രത്തിനും പ്രത്യേകമായ തീം മ്യൂസിക് നൽകിയത് ഈ സീരിയലിന്റെ വലിയ വിജയമായിരുന്നു. ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു അവ ഓരോന്നും. കൃഷ്ണനെ സ്ക്രീനിൽ കാണിക്കുമ്പോഴുള്ള ഓടക്കുഴൽ സംഗീതം പ്രേക്ഷകരിൽ സമാധാനവും ഭക്തിയും നിറയ്ക്കുമ്പോൾ, കൂർമ്മബുദ്ധിയെയും ഗൂഢാലോചനകളെയും കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ശകുനിയുടെ തീം മ്യൂസിക്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളുടെയും മ്യൂസിക് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു. പല രംഗങ്ങളിലെയും പശ്ചാത്തല സംഗീതം ഒരു TV സീരിയൽ എന്ന പരിധി കടക്കുന്നവയായിരുന്നു. പ്രഗത്ഭരായ സംഗീത സംവിധായകരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ത്യൻ സിനിമയിലെ പ്രശസ്ത സംഗീത സംവിധായക ജോഡിയായ അജയ് അതുലാണ് പരമ്പരയുടെ ഏറ്റവും ശ്രദ്ധേയമായ ടൈറ്റിൽ ട്രാക്ക് ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനം പരമ്പരയുടെ ഇതിഹാസപരമായ സ്വഭാവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ കമ്പോസ് ചെയ്ത തീം ഗാനങ്ങൾ പല രംഗങ്ങളിലും പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ചു. ബോളിവുഡിലെ പ്രശസ്തനായ സംഗീത സംവിധായകനായ ഇസ്മായിൽ ദർബാറും പരമ്പരയുടെ സംഗീതത്തിൽ പ്രധാന പങ്കുവഹിച്ചു. പ്രധാന കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള തീം മ്യൂസിക്കും യുദ്ധരംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക സീനുകൾക്ക് വേണ്ടിയുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഇസ്മായിൽ ദർബാറാണ്. ഓരോ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസൃതമായ സംഗീതമൊരുക്കി രംഗങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം പ്രധാന പങ്കുവഹിച്ചു. ഇവരെ കൂടാതെ ജിതേഷ് പഞ്ചൽ, ലെനിൻ നന്ദി, സുശാന്ത് പവാർ, രോഹിത് ശാസ്ത്രി എന്നിവരും പരമ്പരയിലെ സംഗീത രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ കോസ്റ്റ്യൂം ഡിസൈനറും ഓസ്കാർ ജേതാവുമായ ഭാനു അത്തയ്യയാണ് ഈ പരമ്പരയുടെ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തത്. ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചാണ് വസ്ത്രങ്ങളുടെ നിറവും ഡിസൈനും നിശ്ചയിച്ചത്. പരമ്പരയിലെ ആഭരണങ്ങൾക്ക് സ്വർണത്തിന് സമാനമായ ഫിനിഷിംഗ് ലഭിക്കാൻ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്തത് നിധി യാഷയായിരുന്നു. പുരാതന ഭാരതത്തിലെ വസ്ത്രധാരണ രീതികളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയ ശേഷമാണ് സിൽക്ക്, മസ്ലിൻ തുടങ്ങിയ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ചത്. പരമ്പരയുടെ വിസ്മയിപ്പിക്കുന്ന സെറ്റുകൾ ഒരുക്കിയത് പ്രശസ്ത പ്രൊഡക്ഷൻ ഡിസൈനറായ ഓമംഗ് കുമാർ ആയിരുന്നു. ഹസ്തിനപുരി, ഇന്ദ്രപ്രസ്ഥം തുടങ്ങിയവയെല്ലാം മുംബൈയിലെ ഫിലിം സിറ്റിയിൽ പ്രത്യേകം നിർമ്മിച്ച വൻ സെറ്റുകളിലാണ് ചിത്രീകരിച്ചത്. വനങ്ങളും ആശ്രമങ്ങളും ലൊക്കേഷനുകളും. സ്റ്റാർ പ്ലസ് മഹാഭാരതം വലിയ വിജയമായെങ്കിലും അതിന് ചില പോരായ്മകളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സീരിയലിന്റെ തനതായ ദീർഘീകരണ ശൈലി പല ഭാഗങ്ങളിലും പ്രകടമായിരുന്നു. യഥാർത്ഥ വ്യാസ മഹാഭാരത കഥയിൽ നിന്നും ചില ഭാഗങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിച്ചത് മറ്റൊരു പോരായ്മയാണ്. 100 കോടി എന്നത് വലിയൊരു ബഡ്ജറ്റാണെങ്കിലും 267 എപ്പിസോഡുകൾക്ക് അത് പരിമിതമായിരുന്നു. അത് പലയിടങ്ങളിലും VFXനുൾപ്പെടെ ബാധിച്ചു. 10 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ അത് പ്രകടമായി തോന്നാം. ടെക്നോളജികൾ ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന, പാൻ ഇന്ത്യനും കടന്ന് പാൻ വേൾഡ് സിനിമകൾ ഉണ്ടാവുന്ന ഈ മാറിയ കാലത്ത് മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ മികച്ച പതിപ്പുകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം.